കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടിനെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ അണിക്കോട്ടിൽ പ്രതിഷേധ പൊതുയോഗം നടത്തി. ചിറ്റൂർ താലൂക്കിലും പണിമുടക്ക് പൂർണ്ണം. CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം UP ഗവൺമെന്റ് നടപ്പിലാക്കിയതിനേക്കാൾ കൂടുതൽ ജനവിരുദ്ധവും കർഷക തൊഴിലാളി വിരുദ്ധമായ നയങ്ങൾ രാജ്യത്ത് വളരെ ശക്തിയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നാം എല്ലാം ഇപ്പോൾ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നത്. ആ നിലയിലേക്ക് രാജ്യത്തെ ഓരോ മേഖലയെയും മാറ്റി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പക്ഷം നിലനിന്ന കർഷക പ്രക്ഷോഭം നമ്മുടെ രാജ്യത്തുണ്ടായത്. ഒരു നിവൃത്തിയില്ല കർഷകർക്ക്. ആ നിലയിലേക്ക് രാജ്യത്തിന് കർഷകർ മാറാൻ ഇടയായത് രാജ്യത്തിന്റെ സമ്പദ്ഘടന നിലനിൽക്കുന്നതിന് കാർഷിക മേഖലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെങ്കിലും ആ മേഖലയെ പരിപൂർണമായും തകർക്കുന്ന നയങ്ങൾ, കർഷക വിരുദ്ധ ബില്ല് ഈ രാജ്യത്ത് അവതരിപ്പിച്ചുകൊണ്ട് കർഷക ദ്രോഹ നടപടികൾ, നയങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സ്വീകരിച്ചപ്പോഴാണ് അതിനെതിരായ കർഷക പ്രക്ഷോഭം രാജ്യത്ത് വളർന്നു വന്നത്. CITU ജില്ലാ ഡിവിഷൻ പ്രസിഡന്റ് A. കൃഷ്ണകുമാർ അധ്യക്ഷനായി. ചിറ്റൂർ ഏരിയ സെക്രട്ടറി R. ശിവപ്രകാശ്, ഗിരീഷ് S. രാജൻ, C. ബാലൻ, K. വിജയൻ, A. കണ്ണൻകുട്ടി, ജെയിൻ ഹിലാരിയോസ് തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റൂർ മിനി സിവിൽ സ്റ്റേഷനിലും താലൂക്ക് ആസ്ഥാനത്തും ഹാജർ നില കുറവായിരുന്നു. റോഡ് പൊതുവെ വിജനമായി. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. കൊല്ലങ്കോട്ടും കടകൾ അടഞ്ഞുകിടന്നു. സംയുക്ത ട്രേഡ് യൂണിയന്റെ പ്രകടനവും നടന്നു. ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ രാജ്യത്ത് വിറ്റ് തൊളിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയും അവരുടെ ഭരണാധികാരികളെല്ലാം ചെയ്യുന്നത് അദാനിക്കും അംബാനിക്കും വേണ്ടിയിട്ടുള്ള ഒരു ഭരണമാണ് ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത്. ആ കുത്തക മുതലാളിമാർക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക എന്ന കാഴ്ചപ്പാടിലാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പട്ടിണി അടക്കുന്ന ഒരു രാജ്യമേതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. ശിവരാമൻ അധ്യക്ഷനായി.